ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സൂപ്പർ സ്റ്റാറുകൾ രക്ഷപ്പെടുത്തിയ പുതുമുഖ സംവിധായകരെക്കുറിച്ച്. ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാർ ഒരുപാട് സംവിധായകരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് കെ സേതുമാധവൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സമയത്ത് നസീർ സാറിൻ്റെ ഡേറ്റ് വന്ന് നസീർ സാർ കൊടുത്ത് ജ്ഞാനസുന്ദരി എന്ന് പറഞ്ഞ പടം അത് ഹിറ്റായി. അതിനുശേഷം സേതുമാധവന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ വിൻസെൻ്റ് മാഷ് ആദ്യം ക്യാമറമാനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംവിധാനം ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിട്ട് നസീർ സാറിൻ്റെ അടുത്ത് നസീർ സാർ ഡേറ്റ് കൊടുത്ത ഭാർഗവി നിലയം. അതോടുകൂടി പിന്നെ നസീർ സാറ് സ്ഥിരമായിട്ട് വിൻസെൻ്റ് മാഷ്ക്ക് ഡേറ്റ് കൊടുത്ത് വിൻസെൻ്റ് മാഷ് വലിയ സംവിധായകനായി. പിന്നെ ഹിറ്റ് മേക്കർ ശശികുമാർ ആദ്യമായിട്ട് ഒരു പടം എടുത്ത് പെങ്ങളല്ല വേറെന്തോ ഒരു പടം മറന്നു, മക്കളാ അങ്ങനെന്തോ. അത് ആദ്യത്തെ പടത്തിൽ നസീർ സാർ ഉണ്ടായില്ല. പിന്നെ നസീർ സാർ ഡേറ്റ് കൊടുക്കാൻ തുടങ്ങിയ ശേഷമാണ് ശശികുമാറെ കൈപിടിച്ച് വരുത്തി നസീർ സാർ എല്ലാ പടത്തിലും ഡേറ്റ് കൊടുത്തെല്ലാം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാക്കി. അതുപോലെ എ ബി രാജിനെ രക്ഷപ്പെടുത്തിയ നസീർ സാറാണ്. എ ബി രാജിൻ്റെ ആദ്യത്തെ പടം കളിയല്ല കല്യാണം സത്യമാഷ ഫ്ലോപ്പാന്ന് പാടും. പിന്നെ ഒരു ഗ്യാപ്പ് വന്നു. പിന്നെ നസീർ സാർ ഡേറ്റ് കൊടുത്ത് ഡേഞ്ചർ ബിസ്ക്കറ്റ് അങ്ങനെ കുറേ പടത്തിൽ എല്ലാം തുടർച്ചയായിട്ട് 10-23 പടങ്ങൾ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. പിന്നെ ഹരിഹരനെ രക്ഷപ്പെടുത്തിയ നസീർ സാർ. ഹരിഹർ ലേഡീസ് ഹോസ്റ്റലിന് ഹരിഹരൻ കുറേ അസിസ്റ്റൻറ്റ് സംവിധാനമായിട്ട് എം കൃഷ്ണൻ നായരുടെ കീഴിലുണ്ടായി, എ വി രാജിൻ്റെ കീഴിലുണ്ടായി. പിന്നീട് സ്വതന്ത്ര സംവിധായകനായ നസീർ സാർ ഡേറ്റ് കൊടുത്തു ലേഡീസ് ഹോസ്റ്റലിൽ. പിന്നെ അങ്ങോട്ട് 10-25 പടം തുടർച്ചയായിട്ട് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. പിന്നെ വിശ്വംഭരനെ രക്ഷപ്പെടുത്തിയ നസീർ സാർ. വിശ്വംഭര ആദ്യം ശശികുമാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് കുറേ പടത്തിലുണ്ട്. GK പിള്ള വരുന്ന വിശ്വംഭര അസിസ്റ്റൻ്റ് മാത്രമല്ല, ശശികുമാറിൻ്റെ പെട്ടിയും പിടിച്ച് തൂക്കിയിട്ട് ശശികുമാറിൻ്റെ പിന്നാലെ നടക്കലാണ്. പിന്നെ ശശികുമാറിൻ്റെ ഷൂസ് തുടച്ചു കൊടുക്കും. അങ്ങനെയല്ല സംവിധായകനെ അസിസ്റ്റൻ്റായിട്ട് നിന്നത്. അങ്ങനെ വിശ്വംഭര ഒരു നസീർ സാറിൻ്റെ അടുത്ത് 10 പ്രാവശ്യമായിട്ട് ഡേറ്റിന് വേണ്ടിയിട്ട് പോയി. പക്ഷേ വീട്ടിലെത്തി ഡേറ്റിന് ചോദിക്കില്ല. നസീർ സാറ് ചോദിക്കുമ്പോൾ ഞാൻ വെറുതെ വന്നതെന്ന് പറയും. ഡേറ്റിന് ചോദിക്കാൻ പേടി. അവസാനം രണ്ടും കൽപ്പിച്ച് ചോദിച്ചിട്ടാണ് നസീർ സാർ ഡേറ്റ് കൊടുത്ത് ഒഴുക്കിനെതിരെ എന്നുള്ള പടം. അത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി. പിന്നീട് വിശ്വംഭര ഫേമസ് ആയി. പിന്നെ PT രാജ് എന്ന് പറഞ്ഞ സംവിധാനം ആദ്യം വരുന്ന നസീർ സാറിന് ഡേറ്റ് കൊടുത്തിട്ടാണ് അഗ്നിക്ഷേത്രം എന്നുള്ള പടത്തിൽ. അതുകൊണ്ട് PT രാജൻ കുറച്ച് പേരെടുത്ത്. പിന്നെ വേലിയേറ്റ് എന്ന് പറഞ്ഞിട്ട് സോമേട്ടനായിട്ടൊരു പടം എടുത്ത്, പിന്നെ വിഷം എന്ന് പറഞ്ഞിട്ടെടുത്ത് കുറച്ച് പടങ്ങളുണ്ടായി PT രാജന്. നസീർ സാർ പിന്നെ ഡേറ്റ് കൊടുത്തില്ല. അങ്ങനെ എല്ലാ സംവിധായകർക്കും നസീർ സാറിന് കൊടുക്കാൻ ഡേറ്റ് ഇല്ല. പിന്നെ S ബാബു എന്ന് പറഞ്ഞൊരു ഡയറക്ടർ ഉണ്ടായി. അയാൾ മയിലാടുംകുന്ന് പറഞ്ഞ നസീർ സാറിൻ്റെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ഫിലിം എടുത്ത്. പിന്നെ അയാൾക്ക് സിനിമയില്ലാണ്ടായി. കുറേ പാരവെപ്പ് ഇതെല്ലാം വന്നിട്ട് അയാൾക്ക് സിനിമയില്ല. പിന്നീട് നസീർ സാർ കുറേ വർഷം കഴിഞ്ഞിട്ട് കൊടമ്പക്കത്തൂടെ കാറ് പോകുമ്പോൾ